സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നാളെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കാരവൻ പാർക്ക് ഉദ്ഘാടനം ചെയ്യും. എവിടെയാണ്? മലമ്പുഴ അണക്കെട്ടിന് സമീപമാണ് കവ ഇക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക് എന്ന പേരിൽ ആധുനിക സംവിധാനം ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാർക്കിന്റെ വിശേഷങ്ങളൊന്ന് കണ്ടതിന് ശേഷം തിരികെ വരാം. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് കാരവൻ പാർക്കിലേക്ക്. മലമ്പുഴയുടെ ഭംഗി, പിന്നെ തീർച്ചയായിട്ടും മലമ്പുഴയുടെ ഭംഗി കണ്ടുകൊണ്ട് കാരവനിലൊക്കെ ഒന്ന് താമസിച്ചൊരു അടിച്ചുപൊളി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എല്ലാവരെയും ക്ഷണിക്കുന്നു. അതുതന്നെയാണ് ഈ വാർത്തയുടെ ഉദ്ദേശവും നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ സന്തോഷവും എന്ന് പറയുന്നത്. അപ്പോൾ ആ കാരവൻ പാർക്കിന്റെ വിശേഷങ്ങളിലേക്ക്. മലമ്പുഴ ഡാമിന്റെ ഭംഗി ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികൾ എത്തുന്ന പാലക്കാട്ടെ സുന്ദരമായ ഗ്രാമമാണ് കവ. കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് അഥവാ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്കാണ് മലമ്പുഴയിലെ കവ എക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക്. സ്വിമ്മിംഗ് പൂൾ, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, താമസ സൗകര്യം, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നീ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 6 കാരവനുകളും 6 ക്യാമ്പർ വാനുകളും പാർക്ക് ചെയ്യാൻ കഴിയുമെന്ന് MD സജീവ് കുറുപ്പ് പറഞ്ഞു. ഹൈബ്രിഡ് കാരവൻ പാർക്ക് എന്ന് പറയുന്ന കേരള ടൂറിസം 2022 കൊണ്ടുവന്ന കാരവൻ ടൂറിസം പോളിസിയുടെ ഭാഗമായി തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരവൻ പാർക്കിംഗ് മാത്രമല്ല, കാരവൻ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള സൗകര്യങ്ങൾ, അതായത് ഡ്രൈവർമാർക്കുള്ള ഡോർമെട്രി, അവർക്ക് റിക്രിയേഷന് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂള്, അവരുടെ ഫുഡിനുള്ള റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള കലൈഡായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരവൻ പാർക്കുകൾ കുറച്ച് സമയമെടുത്തെങ്കിലും ഇതൊരു മോഡൽ കാരവൻ പാർക്കായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. സഞ്ചാരികൾക്ക് മലമ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി സൈക്കിൾ, ജീപ്പ് സഫാരികളും ഒരുക്കും. കാരവൻ ടൂറിസത്തിന്റെ ഭാഗമായി പാർക്കിന് പരിസരത്തുള്ള കുടിൽ വ്യവസായങ്ങൾ സന്ദർശിക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക തുടങ്ങി റെസ്പോൺസിബിൾ ടൂറിസം ഇനീഷ്യേറ്റീവ് പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരവൻ പാർക്ക് നാളെ വൈകിട്ട് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. ക്യാമറമാൻ മഹേഷ് പാൽക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.